പ്രാദേശിക സഭയിൽ 2 തരത്തിലുള്ള ശുശ്രൂഷകന്മാരാണ് പ്രധാനമായിട്ടും ഉള്ളത്. അധ്യക്ഷൻ, മൂപ്പൻ അഥവാ ഇടയൻ. 2 ശുശ്രൂഷകൻ, ഡീക്കൻ. സഭയുടെ മേൽവിചാരകത്വം അധ്യക്ഷന്റെ ചുമതലയാണ്. അധ്യക്ഷൻ എന്നതിൻ്റെ ഗ്രീക്ക് പദമാണ് എപ്പിസ്കോപ്പോസ്. മൂപ്പൻ ഇംഗ്ലീഷിൽ എൽഡറും ഗ്രീക്കിൽ പ്രസ്ബ്യൂട്ടറോസുമാണ്. ഇടയൻ ഇംഗ്ലീഷിൽ പാസ്റ്ററാണ്. അധ്യക്ഷൻ, മൂപ്പൻ, ഇടയൻ എന്നീ 3 പ്രയോഗങ്ങളും ഒരേ ഔദ്യോഗിക സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 പദങ്ങളുടെയും ആശയം അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. തീത്തോസ് 1:5, 7, 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെ, 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 5 വരെ ഉള്ള എല്ലാ ഭാഗങ്ങളിലും 3 വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നെങ്കിലും അവ ഒരേ ഔദ്യോഗിക സ്ഥാനമാണെന്ന് വ്യക്തമാക്കുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശുദ്ധന്മാരെയും അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും അപ്പോസ്തോലൻ സംബോധന ചെയ്യുന്നുണ്ട്. മൂപ്പന്മാർ എന്ന പ്രത്യേകം ശുശ്രൂഷാസ്ഥാനികൾ അധ്യക്ഷന്മാരിൽ നിന്ന് ഭിന്നരായി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോസ്തോലൻ നിശ്ചയമായും അവരെ സംബോധന ചെയ്യുമായിരുന്നു. മൂപ്പൻ പ്രായക്കൂടുതലിനെയും അനുഭവസമ്പന്നതയെയും, അധ്യക്ഷൻ മൂപ്പൻ്റെ വേലയെയും, ഇടയൻ സഭാ പരിപാലനത്തെയും സൂചിപ്പിക്കുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കണം. ഒരു പ്രാദേശിക സഭയിൽ അധ്യക്ഷനായി അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിലും തീത്തോസ് 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യോഗ്യതകളെയെല്ലാം 4 ഗണങ്ങളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ യോഗ്യത വ്യക്തിപരമായ യോഗ്യതകൾ. അതിൽ ഒന്നാമത്തേത് 5 വിധായക ഗുണങ്ങളാണ്. ഒന്നാമത്തേത് നിരപവാദ്യൻ, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:6. 2 നിർമ്മതൻ, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:8. 3 ജിതേന്ദ്രിയൻ, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:8. 4 സുശീലൻ, 1 തിമോത്തിയോസ് 3:2. 5 ശാന്തൻ, 1 തിമോത്തിയോസ് 3:3. രണ്ടാമത്തെ ഭാഗം 6 നിഷേധങ്ങളാണ്. അതിലൊന്നാമത്തേത് മദ്യപ്രിയൻ, 1 തിമോത്തിയോസ് 3:3, തീത്തോസ് 1:7. 2 തല്ലുകാരൻ, 1 തിമോത്തിയോസ് 3:3, തീത്തോസ് 1:7. 3 ദ്രവ്യാഗ്രഹി, 1 തിമോത്തിയോസ് 3:3. 4 കലഹിക്കുന്നവൻ, 1 തിമോത്തിയോസ് 3:3, തീത്തോസ് 1:7. 5 ദുർലാഭമോഹി, തീത്തോസ് 1:7. 6 തന്നിഷ്ടക്കാരൻ, തീത്തോസ് 1:7 എന്നിവർ അരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഗണം സാമൂഹിക യോഗ്യതകളാണ്. അതിലൊന്നാമത്തേത് ഏക ഭാര്യയുടെ ഭർത്താവ്, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:6. 2 സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ, 1 തിമോത്തിയോസ് 3:4, 5:3. വിശ്വാസികളായ മക്കളുള്ളവൻ, 1 തിമോത്തിയോസ് 3:4, തീത്തോസ് 1:6. 4 അതിഥിപ്രിയൻ, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1-ാം അധ്യായം 8-ാം വാക്യം. 5 പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ, 1 തിമോത്തിയോസ് 3-ാം അധ്യായം 7-ാം വാക്യം. മൂന്നാമത്തെ ഗണം ആത്മീയ യോഗ്യതകളാണ്. 1 സൽഗുണപ്രിയൻ, തീത്തോസ് 1:8. 2 പക്വതയുള്ളവൻ, 1 തിമോത്തിയോസ് 3:6. 3 നീതിമാൻ, തീത്തോസ് 1:8. 4 നിർമ്മലൻ, തീത്തോസ് 1:8. 5 വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവൻ, തീത്തോസ് 1:9. 6 ഉപദേശിപ്പാൻ സമർത്ഥൻ, 1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:9. 7 വിരോധികൾക്ക് പത്യോപദേശം ബോധം വരുത്തുവാൻ കഴിയുന്നവൻ,
1 തിമോത്തിയോസ് 3:2, തീത്തോസ് 1:9. നാലാമത്തെ ഗണം ഇച്ഛാപരമായ യോഗ്യത, മനഃപൂർവമായും ഉന്മേഷത്തോടെയും ചെയ്യുന്നവൻ. 1 പത്രോസ് 5:2, 1 തിമോത്തിയോസ് 3:1. ഉന്നതമായ സാൻമാർഗിക നിലവാരം ഒരധ്യക്ഷന് നിർബന്ധമാണ്. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നത് അവിവാഹിതന് അധ്യക്ഷനായി കൂടെന്നോ ഭാര്യയുടെ മരണശേഷം അധ്യക്ഷന് പുനർവിവാഹം ചെയ്തുകൂടെന്നോ വിവക്ഷിക്കുന്നുമില്ല. ബഹുഭാര്യാത്വം നിലവിലിരുന്ന കാലമാണതെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. വിവാഹബന്ധത്തിൽ വിശ്വസ്തനായും വിശുദ്ധനായും ജീവിക്കുവാൻ ഒരു അധ്യക്ഷൻ ബാധ്യസ്ഥനാണ്. അയാൾ സ്വന്തം കുടുംബം നന്നായി ഭരിക്കുകയും മക്കളെ വിശ്വാസത്തിലും പഥ്യോപദേശത്തിലും വളർത്തുകയും ചെയ്യണം. ഒരു അധ്യക്ഷന്റെ ശുശ്രൂഷകൾ എന്തെല്ലാമാണ്? ഭരണം, പാലനം, പ്രബോധനം, അഡ്മിനിസ്ട്രേറ്റീവ്, പാസ്റ്ററൽ ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഡ്യൂട്ടീസ്. ഇതെല്ലാം ഒരു അധ്യക്ഷന്റെ കർത്തവ്യത്തിൽപ്പെടുന്നതാണ്. 1. നടത്തുക. നീതിയുടെ വഴികളിലും ഭക്തിമാർഗത്തിലും വിശുദ്ധന്മാരെ നടത്തേണ്ടത് തിരുവെഴുത്തുകളിൽ അഭ്യാസം സിദ്ധിച്ചവരും പ്രബോധിപ്പിക്കുവാൻ സമർത്ഥരും ആയി ആത്മീയ പക്വത പ്രാപിച്ച അധ്യക്ഷന്മാരാണ്. എബ്രായലേഖനം 13:7, 17, 24. 2. മേയ്ക്കുക. എഫേസോസിലെ അധ്യക്ഷന്മാരെ അപ്പോസ്തോലൻ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 20:28. 3. മാതൃകയായിരിക്കുക. അധ്യക്ഷൻ ഉപദേശിക്കുക മാത്രമല്ല, ഉപദേശമനുസരിച്ച് ആടുകൾക്ക് മാതൃകയായിരിക്കുകയും വേണം. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവാനാണ് അപ്പോസ്തോലൻ അധ്യക്ഷന്മാരെ ഉപദേശിക്കുന്നത്. 1 പത്രോസ് 5:3. 4. പരിപാലിക്കുക. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? 1 തിമോത്തിയോസ് 3:5. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൈവകുടുംബത്തെ അഥവാ സഭയെ പരിപാലിക്കാൻ കഴിയൂ. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാണ്. 1 കൊരിന്ത്യർ 4:1. ഗൃഹവിചാരകൻ വിശ്വസ്തനായിരിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 4:2. ഓരോ സഭയിലും ഒന്നിലധികം അധ്യക്ഷന്മാർ ഉണ്ടായിരുന്നതായി പുതിയ നിയമം വ്യക്തമാക്കുന്നുണ്ട്. പൗലോസും ബർന്നബാസും സഭതോറും അധ്യക്ഷന്മാരെ നിയമിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 14:23. എഫേസോസിൽ നിന്ന് സഭയിലെ അധ്യക്ഷന്മാരെയാണ് വരുത്തിയത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:17. ഫിലിപ്പിയിലെ അധ്യക്ഷന്മാർക്കാണ് പൗലോസ് ലേഖനമെഴുതിയത്. ഫിലിപ്പ് ലേഖനം 1:1. സഭയിലെ അധ്യക്ഷന്മാരെ വരുത്താനാണ് യാക്കോബ് അപ്പോസ്തോലൻ ഉപദേശിച്ചത്. യാക്കോബിന്റെ ലേഖനം 5:14. ഒന്നിലധികം മൂപ്പന്മാർ ഉണ്ടെങ്കിലും എല്ലാവരും തുല്യരായിരിക്കണമെന്നുമില്ല. അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം പുതിയ നിയമത്തിൽ ഇല്ല. ആദിമസഭയിലെ നടപടി അനുസരിച്ച് സഭ മുഴുവനായി മൂപ്പന്മാരെ നിയമിച്ചിരുന്നു. അഥവാ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിയമിച്ചാക്കിയ അധ്യക്ഷന്മാരെ സഭ ഒന്നടങ്കം അംഗീകരിച്ചിരുന്നു എന്ന് കരുതുകയാണ് യുക്തം. അപ്പോസ്തല പ്രവൃത്തികൾ 6:1-6 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷയ്ക്കു വേണ്ടി 7 പേരെ നിയമിച്ച വിധം നമ്മൾ നോക്കുമ്പോൾ അപ്രകാരം ഒരു ധാരണയ്ക്കാണ് സാധ്യത കൂടുതൽ. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീനെന്ന് അപ്പോസ്തോലന്മാർ സഹോദരന്മാരോട് പറഞ്ഞു. അവർ 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 6:5. അപ്പോസ്തോലന്മാരുടെ മുമ്പാകെ അവരെ നിർത്തുകയും ചെയ്തു. അപ്പോസ്തോലന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ നിയമിച്ച് ആ ശുശ്രൂഷയ്ക്ക് ആക്കുകയാണ്. 1-ാം മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും സഭകൾക്ക് അധ്യക്ഷന്മാരെ നിയമിച്ചത്
ഒരു പക്ഷെങ്കിൽ ഇതേ വിധത്തിലും ആയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 14:23. അഥവാ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയമിച്ച് ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരെ അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ദൈവം ആക്കിയ അധ്യക്ഷന്മാരെ സഭ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരോട് ദൈവസഭയ്ക്കുള്ള പ്രതികരണം എന്താണ്? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. 1 തെസലോനിക്കർ 5:12-13. സഭ അധ്യക്ഷന്മാരെ അറിയണം, അവരുടെ ശുശ്രൂഷയെ ആദരിക്കണം, അവരെ സ്നേഹത്തോടെ വിചാരിക്കണം, അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. എബ്രായർ 13:17. അധ്യക്ഷന്മാരെ വിമർശിക്കുകയോ അവമതിക്കുകയോ ചെയ്യാൻ പാടില്ല. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരധ്യക്ഷന്റെ നേരെ അന്യായം എടുക്കുവാനും പാടില്ല. 1 തിമോത്തിയോസ് 5:19. അവർ ഇരട്ടി മാനത്തിന് യോഗ്യരുമാണ്. 1 തിമോത്തിയോസ് 5:17. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവാൻ ഉപദേശിച്ച ശേഷം പത്രോസ് അപ്പോസ്തലൻ മൂപ്പന്മാർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 പത്രോസ് 5:4. സഭയെ മേയ്ക്കുക എന്ന് പറയുന്നത് പ്രയാസമേറിയതും ശ്രമകരവുമായ ഒരു ശുശ്രൂഷയാണ്. പരിഹാസവും നിന്ദയും വിമർശനവും സഹിക്കേണ്ടി വരും. എന്നാൽ ഇതെല്ലാം ഇടയശ്രേഷ്ഠൻ കാണുന്നുമുണ്ട്, ഒരിക്കൽ പ്രതിഫലം നൽകുകയും ചെയ്യും.